ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൂൺ തോരനാണ്. നമുക്ക് ഈ കുമിളിനെ വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ കൂൺ ഇവിടെ നന്നായിട്ടത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇനി കഴുകിയെടുത്ത് വെള്ളം വാരാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ കൂണിവിടെ കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത പരിപാടിയിലൊക്കെ കിടക്കാം. അങ്ങനെ നമ്മുടെ കുമ്പിള് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാനുള്ള സാധനങ്ങളാണ്: തേങ്ങ, പച്ചമുളക്, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി, കറിവേപ്പില. നമുക്ക് ഈ തേങ്ങയും ഈ വെളുത്തുള്ളിയും ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് ചതച്ചെടുത്തു. നമുക്കിനി തയ്യാറാക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെ നമ്മുടെ കൂമ്പിളിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. നമുക്കിനി ചതച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. എല്ലാത്തും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് ഇളക്കി വെച്ചിട്ട് അതിലേക്ക് വെച്ച് നന്നായിട്ടിത് ഇളക്കി കൊടുക്കും. ഇതിലധികം വെള്ളമൊന്നും വേണ്ട. കൂണിൽ തന്നെ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളമൊന്നും അധികം ചേർക്കേണ്ട. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ആ ചതച്ചതിൻ്റെ ആ അരപ്പൊക്കെ ഉള്ള ആ ഒരു ഇച്ചിരി വെള്ളം, ഒരു 2-3 സ്പൂണ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടിനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, അതിൽ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മൾ ഒഴിച്ചതിലും കൂടുതൽ വെള്ളം ഇതിനകത്തുണ്ട്. ഇപ്പം അതിൽ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പും ഒക്കെ ഉണ്ടോ നോക്കി ഉപ്പൊക്കെ പാകത്തിനിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ തോരനെ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കൊതിയൂറും കൂൺ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Bye bye.